ലുക്കു ഡ്രൈവർ ആണെങ്കിൽ ഞാൻ പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന കണ്ടക്ടറാ. കണ്ടക്ടറാണ്. ഏത് റൂട്ടാണ്? ഗവി. ഓ, എന്താണ് അതിന്റെ പേര്? ഈ രവി. ഇനീഷ്യൽ വേണ്ട. മുഴുവൻ പേരാ ഇരവി. ഇരവിക്കുട്ടമല്ലെന്ന് പറയും. ഞങ്ങളുടെ യൂത്ത് വിങ്ങിന്റെ മണ്ഡല സെക്രട്ടറി. മണ്ഡലല്ല, മണ്ഡല സെക്രട്ടറി. എന്ത് പേരാണ്ടത്? ഒരുമാതിരി പഴയ പോലീസുകാരുടെ പേര് മാതിരി. എവിടെ എന്റെ വീട്? തൃശ്ശൂരാ. ഓ, KSRTC BTC പാലായുടെ നേതൃത്വത്തിലുള്ള ഗവി യാത്ര പൊന്നുന്ന വഴി പത്തനംതിട്ട സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്ന് മറ്റൊരു ബസ്സിലായിരുന്നു യാത്ര. കാനനപാതയിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന വലിപ്പത്തിലുള്ള പച്ചയും മഞ്ഞയും പെയിന്റ് അടിച്ച അടിപൊളിയൊരു വണ്ടി. പാലായിൽ നിന്നും പത്തനംതിട്ട വരെ ബസ് ഓടിച്ചത് അജോൾ സാറായിരുന്നു. പത്തനംതിട്ട മുതൽ മുരളീധരൻ സാറായി ഞങ്ങളുടെ ക്യാപ്റ്റൻ. ആദ്യം മുതൽ തന്നെ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന സുനിൽകുമാർ സാറാണ് ആടിയും പാടിയും യാത്രയ്ക്ക് ജീവൻ പകർന്നത്. സുനിൽകുമാർ സാറിൻ്റെ ഗാനം കഴിഞ്ഞതോടെ പലരും അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചു തുടങ്ങി. കണ്ണിൽ വിടരും കമലദളം, കവിളിൽ വിടരും അനുരാഗമതി, നിൻചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെ തണ്ണിത്തോട് പഞ്ചായത്തിലെ മുണ്ടൻമൂഴിയിൽ കല്ലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അടവി ഇക്കോ ടൂറിസത്തിലാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം കുട്ടവഞ്ചി സവാരിയാണ്. ഒരു കുട്ടവഞ്ചിക്ക് 600 രൂപയാണ് ടിക്കറ്റ്. ഒരു കുട്ടവഞ്ചിയിൽ 4 യാത്രികരും ഒരു തുഴക്കാരനുമുണ്ട്. ഒരാൾക്ക് 150 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടവഞ്ചികളുടെ ലോകത്തേക്ക് എത്തുകയായി. ലൈഫ് ജാക്കറ്റ് ധരിച്ച് കുട്ടവഞ്ചിയിൽ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ വനം നൽകുന്ന ശാന്തതയും ഒഴുക്കിൻ്റെ ഈണവും അനുഭവിച്ചറിയാം. പുഴയെ അറിയാനും കാട് കാണാനും പച്ചപ്പും ശുദ്ധവായുവും മതിവരുവോളം നുകരുവാനും ഒരു തവണയെങ്കിലും ഇവിടെ എത്തണം.
കല്ലുകൊണ്ട് കവിത എഴുതിയ കല്ലാർ, സൗമ്യഭാവമുള്ള പുഴ, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശാന്തമായ അന്തരീക്ഷം. കല്ലാറിൻ്റെ ഒത്തനടുക്കെത്തുമ്പോഴാണ് കുട്ടവഞ്ചി വട്ടം കറക്കുന്നത്. ചുറ്റുമുള്ള മനോഹര കാഴ്ചകൾ അതിവേഗം ചുറ്റിക്കാണാൻ ഇത് കണ്ണുകൾക്ക് അവസരമൊരുക്കുന്നു. കാടും പുഴയും 360 ഡിഗ്രി ചുറ്റിക്കാണുന്ന പുതിയൊരനുഭവം കുടുംബങ്ങൾക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. പുഴയുടെ തീരത്തെ വൻവൃക്ഷങ്ങളിൽ നിന്നും പുഴയിലേക്ക് വളർന്നു കിടക്കുന്ന വള്ളിച്ചെടികൾ അടവി എന്ന വിശേഷണം അന്വർത്ഥമാക്കുന്നു. കുട്ടവഞ്ചി കരയ്ക്കടുക്കുമ്പോൾ ചുറ്റുമുള്ള ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങി. പുഴയിലെ യാത്രികർക്കുള്ള മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും ശരിക്കും വായിക്കുന്നത് അപ്പോഴാണ്. വിശ്രമത്തിനൊരുക്കിയിരിക്കുന്ന ചാരുവഞ്ചികളിൽ ഇരിക്കുമ്പോൾ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ പഴയ കുട്ടവഞ്ചികൾ കുടകളാക്കി മാറ്റിയിരിക്കുന്നു. പുതിയ കുട്ടവഞ്ചികൾ ചെരിച്ച് അടുക്കി ഒരു ഷെഡിനുള്ളിൽ വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നതും കാണാം. കുട്ടവഞ്ചികളുടെ ഒരു മായാലോകം. പലരും ഇത്രയും കുട്ടവഞ്ചികൾ ഒരുമിച്ച് ആദ്യമായി കാണുന്നത് ഇവിടെ വെച്ചായിരിക്കും. അത്യാവശ്യം ഫോട്ടോസ് എടുത്ത ശേഷം എല്ലാവരും ബസ് പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അതിനുശേഷമായിരുന്നു ഗവി ടീമിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിൽ സുനിൽകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമം നടന്നത്. മതിയാവുന്നത്ര ഫോട്ടോസ് എടുത്ത ശേഷം ഗവി ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര തുടർന്നു. മലരണി വാഗച്ചൊട്ടി മയങ്ങുമ്പോ കരിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചൊട്ടി മയങ്ങുമ്പോ കനവിന്റെ കരുത്തേരിൽ വന്നില്ലേ സ്നേഹക്കരുവാക്കി പറഞ്ഞേ. ഈ കാണുന്ന ജലം കക്കി ഡാമിൽ നിന്ന് മൂഴിയാർ പവർ സ്റ്റേഷനിൽ എത്തി കറണ്ട് ഉൽപ്പാദിപ്പിച്ച ശേഷം ബാക്കി വരുന്ന ജലം ടണൽ വഴി പുറത്തേക്ക് ഒഴുക്കുന്നതാണ്. ആങ്ങാമൂഴിയിൽ നിന്നാണ് വനത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്. ഒരു ദിവസം ഇതുവഴി പാസ് എടുക്കുന്ന 30 വാഹനങ്ങൾ മാത്രമാണ് വനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രീജിത്ത് എന്ന ഒരു ഗൈഡിനെയും ഞങ്ങൾക്കായി അലോട്ട് ചെയ്തു. ഇവിടെ മുതൽ വനത്തിലെ വിശേഷങ്ങൾ വിശദീകരിക്കാൻ ശ്രീജിത്ത് സാറും യാത്രയിൽ പങ്കാളിയായി. എൻട്രി പാസ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ കാണിച്ച് ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു.
കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതോടെ വീടുകളും മറ്റ് നിർമ്മിതികളും കാണാതെയായി. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനവും പച്ചപ്പും റോഡിന്റെ ഇരുവശങ്ങളിലും ദൃശ്യമായി തുടങ്ങി. ചെറിയ കയറ്റിറക്കത്തോടെ വളഞ്ഞും തിരിഞ്ഞും മുന്നോട്ടു പോകുന്ന വഴിയെ സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ബന്ധങ്ങളും കുറഞ്ഞു കുറഞ്ഞു വന്ന് തീരെ ഇല്ലാതെയായി. പ്രകൃതി വിരുന്നൊരുക്കി കാത്തിരുന്ന വനസൗന്ദര്യം ക്യാമറയിൽ പകർത്താൻ മാത്രം മൊബൈൽ ഫോൺ സഹായകരമായി. പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ. ഈറ്റക്കമ്പുകൾ വഴിയിലേക്ക് വളർന്നു നിൽക്കുന്നതിനാൽ സൈഡ് സീറ്റിലുള്ളവർ വളരെ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം നൽകിയതും ഗൈഡ് കൂടിയായ ശ്രീജിത്ത് സാറാണ്. മുന്നോട്ട് ചെന്നപ്പോൾ ബ്രിട്ടീഷുകാർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഡാം നിർമ്മിക്കുന്നതിനായി കൊണ്ടുവന്ന സാധനങ്ങളും പഴയ ജനറേറ്ററും മറ്റും പാതയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കാണാൻ സാധിക്കും. ഒരു വലിയ മരത്തിൽ തൂങ്ങിയാടുന്ന കരിങ്കുരങ്ങിനെ ആദ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ മൂഴിയാർ ഡാം അകലെ നിന്ന് കാണാൻ സാധിക്കും. മൂഴിയാർ ഡാമുമായി ബന്ധപ്പെട്ട നിർമ്മിതികളാണ് തുടർന്ന് കാണുന്നത്. അതിനുശേഷം നാം സഞ്ചരിക്കുന്നത് ഡാമിന്റെ മുകളിൽ കൂടെ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിൽ റാന്നി വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന KSCBയുടെ കീഴിലുള്ള മൂഴിയാർ ഡാം കക്കാട് ജലവൈദ്യുത പദ്ധതിക്കായി ഉപയോഗിക്കുന്നു. 1979 ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ അണക്കെട്ടിന് 19 മീറ്റർ ഉയരമുണ്ട്. ഡാമിൽ നിന്നും വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ കക്കാട് പവർ ഹൗസിലെത്തിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. ഗവിയിലേക്ക് ഇവിടെ നിന്നും 41 കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കക്കി ഡാമിൽ നിന്നും മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. യാത്രാമധ്യേ KSCBയുടെ നിയന്ത്രണത്തിലുള്ള ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ വാൽവ് ഹൗസും പെൻസ്റ്റോക്കുകളും കാണാം. വനസൗന്ദര്യം നുകർന്ന് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വനമേഖലയെ എങ്ങനെ ബാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. 2018 ഉരുൾപൊട്ടിയ സ്ഥലം. ഉരുൾപൊട്ടലിൽ ഇവിടുത്തെ റോഡും ഒലിച്ചുപോയി. ഗവിയിലേക്കുള്ള യാത്ര അക്കാലത്ത് തടസ്സപ്പെടുകയും ചെയ്തു. അതിനുശേഷം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവിയിലേക്കുള്ള യാത്ര അനുവദിക്കാറില്ല. വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പച്ചപ്പ് കൂടി വരുന്നു. വ്യത്യസ്തമായ വേറെ വേറെ മരങ്ങൾ. വനസൗന്ദര്യം പലയിടത്തും പലതാണെന്ന് കാണാം. പാതയോരത്ത് കാണുന്ന ഈ വൃക്ഷം കറുത്ത കുന്തിരിക്കമാണ്. ഈ വൃക്ഷത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ ഗൈഡ് കൂടിയായ ശ്രീജിത്ത് സാറാണ്. ഇടതൂർന്നു നിൽക്കുന്ന വനവൃക്ഷങ്ങൾക്കിടയിൽ ഓരോ ജില്ലയിലും കണ്ണെത്താവുന്ന ദൂരമത്രയും വന്യജീവികളെ കാണാൻ കണ്ണും മനവും കൊതിച്ചു. ബസ് ഓരോ വളവ് തിരിയുമ്പോഴും പ്രതീക്ഷയുടെ നാമ്പുകൾ മനസ്സിൽ മുട്ടിട്ടു. അടവി നിരാശപ്പെടുത്തിയില്ല. മരത്തിലിരിക്കുന്ന മലയണ്ണാനാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. ദൗർഭാഗ്യത്തിന് അവനെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കാനായില്ല. പിന്നീട് കരിങ്കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയിലൂടെയായി യാത്ര. ഒറ്റയ്ക്കും കൂട്ടമായും മരക്കൊമ്പിൽ അവർ കാഴ്ചയുടെ വിസ്മയം തീർത്തു.
വീട്ടിലും കള്ളിമുൾച്ചെടികൾ അലങ്കാരത്തിനായും മറ്റും പൂച്ചട്ടികളിലും മറ്റും വളർത്തുന്നവരുണ്ട്. എന്നാൽ മരങ്ങളായി നിൽക്കുന്ന കള്ളിമുൾച്ചെടികൾ ഒരുപക്ഷെ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു പ്രദേശം മുഴുവൻ മരങ്ങളായി വളർന്നു വലുതായി നിൽക്കുന്ന കള്ളിമുൾച്ചെടികൾ കാണാൻ സാധിക്കും. വെള്ളക്കുന്തിരിക്കം അഥവാ വെളുത്ത കുന്തിരിക്കം വൃക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. മുന്നിൽ നിൽക്കുന്ന അല്പം വെളുത്ത പുറന്തോലുള്ള വൃക്ഷമാണ് വെള്ളക്കുന്തിരിക്കം. കുറച്ചു മുൻപ് കറുത്ത കുന്തിരിക്കം വൃക്ഷം പാതയോരത്ത് കണ്ടിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഈറ്റക്കാടുകളും വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും ഞങ്ങളെ വരവേറ്റു. എപ്പോൾ വേണമെങ്കിലും വഴിമുടക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈറ്റക്കാടുകൾ. വിശപ്പും ദാഹവും ക്ഷീണവും ഞങ്ങളെ ബാധിച്ചതേയില്ല. വിശപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രകൃതി അവസരം തന്നില്ല എന്നതാണ് സത്യം. ഉച്ചഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞിട്ടും അതൊരത്യാവശ്യമായി തോന്നിയതേയില്ല. ഈ പ്രദേശത്തെത്തിയപ്പോൾ കക്കി ഡാമിന്റെ റിസർവോയർ കാണാം. ഇവിടെ ഇറങ്ങി ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതിനുമുള്ള അവസരം ലഭിച്ചു. ഡാമിന് പിന്നിൽ ജലം ശേഖരിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള കൃത്രിമ തടാകമാണ് റിസർവോയർ. ജലം സംഭരിക്കുക, ജലവൈദ്യുത ഉൽപാദനം, ജലസേചനം, വിനോദസഞ്ചാരം മുതലായവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. ഇവിടം എല്ലാവരെയും നന്നായി ആകർഷിച്ചു. വനസൗന്ദര്യവും തടാകവും അകലക്കാഴ്ചകളും ഒരുമിച്ച് സമ്മേളിക്കുന്നിടം. പല കാഴ്ചകളും എത്ര തവണ ക്യാമറ കണ്ണിൽ പകർത്തിയെങ്കിലും മതിയാവാത്ത പോലെ. കക്കി ഡാമിന്റെ പ്രത്യേകതകൾ അറിയാൻ വീണ്ടും മുന്നോട്ട്. പമ്പാ നദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കക്കി അണക്കെട്ട്. പമ്പ, കക്കി നദികളിലെ ജലമാണ് ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സുകൾ. 336 മീറ്റർ നീളവും 116 മീറ്റർ ഉയരവുമുള്ള അണക്കെട്ട് സമുദ്രനിരപ്പിൽ നിന്നും 981.45 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ടിലെ വെള്ളം മലനിരകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്നത് തടയാൻ ഒരു പാർശ്വ അണയായി ആനത്തോട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു. കക്കി അണക്കെട്ടിന് ഷട്ടറുകൾ ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. കക്കി ഡാം നിറയുമ്പോൾ ആനത്തോട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നാണ് ജലനിരപ്പ് നിയന്ത്രിക്കുന്നത്. ഡാമിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിലേക്കും നോക്കിയാൽ എത്രമാത്രം ഉയരത്തിലാണ് ജലം സംഭരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. ഡാമായി രൂപപ്പെടുത്തിയിരിക്കുന്ന വശം വലിയ തോതിൽ ഉയർന്ന ഉയരത്തിൽ ജലം സംഭരിച്ചു നിൽക്കുമ്പോൾ മറുവശം വലിയ താഴ്വര പോലെ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാം. 1967 EMS നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിലാണ് ഈ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. കക്കി, ആനത്തോട് ഡാമുകളിൽ സംഭരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി ശബരിഗിരി പവർ ഹൗസിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടുപോത്തിനെയും കാട്ടുപന്നിയെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത് എക്കോപ്പാറ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വന്നപ്പോഴാണ്. എക്കോപ്പാറയുടെ പ്രത്യേകത ഇവിടെ നിന്ന് ഉച്ചത്തിൽ പറയുന്നതെല്ലാം എക്കോ ആയി അതേപടി തിരിച്ചു കേൾക്കാം എന്നതാണ്. ഉച്ചത്തിൽ കൂവി ഇക്കോപ്പാറ ഒന്ന് ടെസ്റ്റ് ചെയ്തെങ്കിലും വന്യജീവികളെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. വന്യജീവികൾ അവരുടെ ആവാസ വ്യവസ്ഥയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കാതെ അവരുടെ സ്വൈര്യവിഹാരം തുടർന്നു.
ആനത്തോട് ഡാം. ഓർഡിനറി സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ആസിഫ് അലി എന്ന നടൻ ഡാമിലേക്ക് ചാടുന്ന സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഗവി യാത്രയിൽ സന്ദർശിക്കുന്ന മൂന്നാമത്തെ അണക്കെട്ട് കൂടിയാണിത്. കക്കി അണക്കെട്ടിലെ വെള്ളം ഒഴുകിപ്പോകുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ആനത്തോട് ഡാം കക്കി ഡാമിന്റെ പാർശ്വ അണക്കെട്ട് എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. പമ്പാ നദിയുമായി സംഗമിക്കുന്നതിന് മുമ്പ് കക്കി അണക്കെട്ടിന് താഴെയായി കക്കി നദിയുമായി ചേരുന്ന അരുവിയാണ് ആനത്തോട്. ആനത്തോടും കക്കിയും ഒരു പൊതുജലസംഭരണിയായി മാറുന്നു. കാരണം അവ പ്രകൃതിദത്തമായ താഴ്വരയിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കക്കിയിലെയും ആനത്തോട് അണക്കെട്ടിലെയും ജലം ശബരി ജലവൈദ്യുത പദ്ധതിയിൽ എത്തിക്കുന്നതിനുള്ള പൈപ്പുകൾ ഈ യാത്രയിൽ കാണാം. റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ കക്കി ആനത്തോട് ഡാമുകൾ തമ്മിൽ ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കാണുന്ന പുൽമേടുകൾ കൂടുതലായും മാനുകളുടെ ആവാസ വ്യവസ്ഥയാണ്. ഏറ്റവും മുകൾ ഭാഗത്തായി ഒരു മാനിനെ കാണാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ കാണാം. അവിടെ ഒരു ചെക്ക് പോസ്റ്റുമുണ്ട്. ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു. ഗവിയിലേക്ക് വീണ്ടും 10 കിലോമീറ്റർ കൂടി ദൂരമുണ്ട് എന്ന സൂചനാ ബോർഡ് കാണാം. ഇവിടെയുള്ള KSEBയുടെ കാന്റീനിൽ നിന്നായിരുന്നു ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് മുൻപായി ഇവിടുത്തെ പ്രധാന ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. കൊച്ചുപമ്പ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ കാന്റീൻ സ്ഥിതി ചെയ്യുന്നത്. ശിലായുഗത്തിലെ സ്മാരകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മേൽക്കൂരയില്ലാത്തതും ഭാഗികമായി തകർന്നതുമായ ഒരു നിർമ്മിതി കാണാം. എന്താണ് ഈ നിർമ്മിതി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൽഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ചെറുതും വലുതുമായ സസ്യങ്ങൾ നമ്മെ ഒരു മായാലോകത്ത് എത്തിക്കുന്നു. KSEB കാന്റീനോട് ചേർന്ന് കാട്ടുപന്നിയും കുഞ്ഞുങ്ങളും സ്വസ്ഥ ജീവിതം നയിക്കുന്നത് കാണാം. കാട്ടുപന്നിയെ പലതവണ നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും കാട്ടുപന്നി കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുന്നതും കുഞ്ഞുങ്ങളെ കാണുന്നതും ഇത് ആദ്യമായിട്ടാണ്. ഗവി യാത്രയിൽ നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്ന 4ാമത്തെ ഡാമാണ് പമ്പ ഡാം അഥവാ കൊച്ചു പമ്പ ഡാം. 1967 നിർമ്മിച്ച 281 മീറ്റർ നീളവും 57.2 മീറ്റർ ഉയരവുമുള്ള ഈ അണക്കെട്ട് വൈദ്യുതി ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നു. പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. കൊച്ചു പമ്പയിൽ ബോട്ടിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ KSEBയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവും ക്യാൻറ്റീനും ഇതിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഏതാണ്ട് ഗവിയോടടുക്കുമ്പോൾ വഴിയുടെ ഇരുവശങ്ങളിലും അവിടിവിടെയായി ഗവി നിവാസികളുടെ വീടുകൾ കാണാം. 1984 ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായി വന്നവരെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചതാണ്. ഇന്നവർ ഇന്ത്യൻ പൗരന്മാരാണ്. വോട്ടവകാശവുമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും മറ്റ് ചിഹ്നങ്ങളും ഇവിടെ അടുത്ത് പാതയോരങ്ങളിൽ കാണാം. ബൈബിളിലെ പഴയ നിയമത്തിൽ നോഹയുടെ പെട്ടകം നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഗോഫർ മരമാണിത്.
ഇന്ത്യയിൽ ആകെ 2 ഗോഫർ മരങ്ങൾ മാത്രമേയുള്ളൂ. ഒന്ന് ഗവി യാത്രയിൽ കാണുന്ന ഈ മരവും മറ്റൊന്ന് ആസാമിലുമാണുള്ളത്. ഈ മരത്തിൻ്റെ എന്താണ് നടുന്നതെന്നറിയാത്തതുകൊണ്ട് ഇത് പ്രത്യേകം സംരക്ഷിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ്. ദേശീയ പക്ഷി കൂടിയായ മയിലിൻ്റെ ആവാസ വ്യവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വൃക്ഷക്കൊമ്പിലിരിക്കുന്ന മയിലിനെ ദൃശ്യങ്ങളിൽ കാണാം. വീണ്ടും അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ പാതയോരത്ത് സ്വസ്ഥമായി സഞ്ചരിക്കുന്ന ഒരു മയിലിനെ കാണാൻ കഴിയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച പാലമാണിത്. മണിയടിപ്പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിലെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിൽ നിന്നും മണികൾ മുഴങ്ങും എന്നതാണ് ഈ പാലത്തിന്റെ പ്രത്യേകത. വനസൗന്ദര്യം ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പാതയോരത്ത് വൈദ്യുത പോസ്റ്റുകളും കാണാം. ഈ കാണുന്ന പ്രദേശം ചീവീടുകൾ കൂടുതലുള്ള പ്രദേശമാണ്. ചീവീടുകളുടെ കൂട്ടക്കരച്ചിൽ മറ്റൊരു വിസ്മയം തീർക്കുന്നു. അല്പസമയം അതൊന്ന് കേട്ടു നോക്കാം. ഗവിയിലെ LP സ്കൂളാണ് ഈ കാണുന്നത്. ഈ സ്കൂൾ തമിഴ് മീഡിയമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തുടർന്ന് കാണുന്നതാണ് ഗവി ടൗൺ. അടഞ്ഞുകിടക്കുന്ന 1-2 കെട്ടിടങ്ങൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. ഗവി സിറ്റി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്നത് മീനാർ 1, മീനാർ 2 എന്നീ 2 ഡാമുകളുടെ ബോർഡുകളാണ്. ഇവിടെ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഈ ഡാമുകൾ കാണാൻ കഴിയുന്നത്. ഈ ഡാമുകൾ കാണാതെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. പെരിയാർ നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 2 ഡാമുകളാണ് മീനാർ 1, മീനാർ 2 ഡാമുകൾ. ഗവി ഡാം അഥവാ ഗവിയാർ ഡാമാണ് ഈ കാണുന്നത്. ഗവി യാത്രയിൽ സന്ദർശിക്കുന്ന 5ാമത്തെ ഡാം. താരതമ്യേന ഗവി സിറ്റിയേക്കാൾ അല്പം കൂടി കടകളും എക്കോ ടൂറിസം എന്ന പേരിൽ ഒരു പാർക്കും ഇവിടെ ഉണ്ട്. കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ ഗവിയാർ ഡാം ഗവി പുഴയ്ക്ക് കുറുകെ 1989 നിർമ്മിച്ചതാണ്. സ്പിൽവേ ഇല്ലാത്ത ഗവിയാർ ഡാം പെരിയാർ ദേശീയ ഉദ്യാനത്തോട് ചേർന്നുള്ള വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. ഗവിയാർ അണക്കെട്ടിന്റെ പാർശ്വഭിത്തി എന്ന നിലയിൽ നിർമ്മിച്ചിട്ടുള്ള കുള്ളാർ അണക്കെട്ടും ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. കുള്ളാർ അണക്കെട്ട് ഗവി യാത്രയിൽ സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഗവി യാത്രയിൽ വനമേഖലയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 8 അണക്കെട്ടുകളിൽ 3 കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ബാക്കി 5 ഡാമുകൾ സന്ദർശിക്കാനും അടുത്തു കാണാനും തൊട്ടറിയാനും ഓരോ യാത്രികനും അവസരമുണ്ട്. ഓർഡിനറി സിനിമ കണ്ട് ഗവി കാണാനെത്തുന്നവർ ശരിക്കും പെട്ടുപോകുമെന്ന് ഇവിടെ വെച്ച് ബോധ്യമായി. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, ആസിഫ് അലി, ജിഷ്ണു രാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നിർമ്മിച്ച് 2012 മാർച്ച് 17 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഓർഡിനറി. ഗവി എന്ന വിനോദസഞ്ചാര കേന്ദ്രം മലയാളികൾക്കിടയിൽ ഇത്ര സുപരിചിതമാക്കിയതും ഈ സിനിമ തന്നെയാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗവിയിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ് ഗവിയിലെത്തുമ്പോൾ സുന്ദരമായ ഒരു ഗ്രാമവും ഗ്രാമവാസികളും സിനിമയിലുണ്ട്. എന്നാൽ ഇത് വാസ്തവവിരുദ്ധമാണ്. ഗവി എന്ന വനഭൂമിയും ഇതിലെ നിവാസികളും ഡാമുകളും നാം കണ്ടു കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ ഗവി. എന്നാൽ സിനിമയിലെ ഏതാനും ചില ഭാഗങ്ങൾ ഗവിയിലും വാഗമണ്ണിലുമായി ചിത്രീകരിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് ആവശ്യമായ സെറ്റിട്ട് ചിത്രീകരിക്കുന്ന ഈ ദൃശ്യങ്ങൾക്ക്
യഥാർത്ഥ ലൊക്കേഷനുമായി വലിയ ബന്ധം ഉണ്ടാകണമെന്നില്ല. ഓർഡിനറി സിനിമയിൽ ഡെഡ് ബോഡി കിടക്കുന്ന ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. അതുപോലെ തന്നെ തുടർന്ന് കാണുന്ന ഭാഗത്ത് വെച്ചാണ് KSRTC ബസ് കേടായി കിടക്കുന്നതും അത് നന്നാക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. കാട്ടാനക്കൂട്ടം കൂട്ടമായി റോഡ് മുറിച്ച് കിടക്കുന്ന കാഴ്ചയും വിസ്മയം തീർത്തുവെന്ന് വേണം പറയാൻ. കാട്ടാനകൾ കൂട്ടമായി കൺമുന്നിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്ന കാഴ്ചയാണ് ഈ ഒരു സമയം കാണാൻ കഴിഞ്ഞത്. ഗവി യാത്രയിൽ അപൂർവ കാഴ്ചകളുടെ ഒരു നീണ്ട നിര ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. കാട്ടാനകളെയും മറികടന്ന് വനസൗന്ദര്യം ആസ്വദിച്ച് ക്യാമറ കണ്ണിൽ പകർത്തി മണിക്കൂറുകൾ നീണ്ട കാനനയാത്ര അഥവാ ജംഗിൾ സഫാരി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്ന് വനാതിർത്തി കടക്കുകയാണ്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്ന് വണ്ടിപ്പെരിയാർ ടൗണിൽ എത്തി. വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം, അർണാകൽ, പരുന്തുംപാറ റോഡിൽ ആണ് സഞ്ചരിക്കുന്നത്. ഈ റോഡിൽ സഞ്ചരിച്ച് പരുന്തുംപാറയാണ് ഈ യാത്രയുടെ അവസാന ഡെസ്റ്റിനേഷൻ. പരുന്തുംപാറ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സായാഹ്നത്തിലാണ് അവിടെ എത്തിച്ചേരുന്നത്. സന്ധ്യാകച്ചവടങ്ങൾ പൊടി പൊടിക്കുന്നു. ശക്തിയേറിയ കാറ്റിൽ പട്ടം പറത്തി കളിക്കുന്ന കുട്ടികളെയും കാണാം. വർണ്ണക്കളറുകളിൽ തീർത്ത പട്ടം സായാഹ്ന സൂര്യന്റെ രശ്മികളിൽ മിന്നിത്തിളങ്ങുന്നു. മഞ്ഞ് വീഴുന്ന സായാഹ്നത്തിലും രവീന്ദ്രനാഥ ടാഗോറിന്റെ മുഖത്തോട് സാമ്യമുള്ള ടാഗോർ റോക്ക് കീഴടക്കണം, അല്ലെങ്കിൽ അടുത്ത് കാണണം. അതായിരുന്നു ലക്ഷ്യം. സാഹസികമായി അങ്ങനെ ടാഗോർ റോക്ക് അടുത്ത് കാണാനും കഴിഞ്ഞു. മടക്കയാത്രയിൽ സുനിൽകുമാർ സാറിന്റെ നേതൃത്വത്തിൽ 26ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രാജീവ് സാറിന്റെയും പ്രീത മേഡത്തിന്റെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയും ബസ്സിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അതിനുശേഷമുള്ള ആശംസകൾ നേർന്നുള്ള സിനിമാ ഗാനവും ഈ ഒരു അവസരത്തെ വളരെ മനോഹരമാക്കി. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ഒരു മലർ കൊണ്ടു നമ്മൾ ഒരു വസന്തം തീർക്കും, ഒരു ചിരി കൊണ്ടു നമ്മൾ ഒരു കാർത്തിക തീർക്കും. പാലവനം ഒരു പാൽക്കടലായി അലചാത്തിടും അനുരാഗമ പൂമാനത്തിത്താഴെ പാടാം നമുക്ക്